ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടുള്ള മാത്സ് PYQs നമ്മൾ സോൾവ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ ഡെയിലി മാത്സ് PYQs നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ക്ലാസ്സുകൾ ഡെയിലി മുടങ്ങാതെ കാണാനായിട്ട് ശ്രമിക്കുക. PYQs നമുക്ക് മാക്സിമം കവർ ചെയ്യുക എന്നുള്ളതാണ് ഈ ക്ലാസ്സുകളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം: ഒരു ക്ലാസ് പരീക്ഷയിൽ 15 പേർക്ക് 50-ൽ കൂടുതൽ മാർക്ക് ലഭിച്ചു, 23 പേർക്ക് 50-ൽ താഴെ എന്നാൽ 10-ൽ കൂടുതൽ മാർക്ക് ലഭിച്ചു. ബാക്കി 12 വിദ്യാർത്ഥികൾക്ക് 10-ൽ താഴെ മാർക്ക് ലഭിച്ചു. എത്ര ശതമാനം വിദ്യാർത്ഥികൾക്ക് 10-നും 50-നും ഇടയിൽ മാർക്ക് ലഭിച്ചു? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ എടുത്തെഴുതാം. ഒരു ക്ലാസ് പരീക്ഷയിൽ 15 പേർക്ക് 50-ൽ കൂടുതൽ മാർക്ക് ലഭിച്ചു. അപ്പോൾ 50-ൽ കൂടുതൽ മാർക്ക് ലഭിച്ചവർ എത്രയാണ്? 15 അല്ലേ. 15 പേർക്ക് 50-ൽ കൂടുതൽ മാർക്ക് ലഭിച്ചു. 23 പേർക്ക് 50-ൽ താഴെ എന്നാൽ 10-ൽ കൂടുതൽ മാർക്ക് ലഭിച്ചു. 23 പേർക്ക് 50-ൽ താഴെ എന്നാൽ 10-ൽ കൂടുതൽ മാർക്ക് ലഭിച്ചു എന്ന് കഴിഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? 10-നും 50-നും ഇടയിൽ മാർക്ക് ലഭിച്ചു അല്ലേ. നെക്സ്റ്റ്, ബാക്കി 12 വിദ്യാർത്ഥികൾക്ക് 10-ൽ താഴെ മാർക്ക് ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനം വിദ്യാർത്ഥികൾക്കാണ് 10-നും 50-നും ഇടയിൽ മാർക്ക് ലഭിച്ചു എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശതമാനമാണ് നമുക്ക് കാണേണ്ടത്. ശതമാനം കാണാനായിട്ട് നമുക്കറിയാലോ, ആദ്യം തന്നെ നമുക്ക് ടോട്ടൽ കാണണം അല്ലേ. ആകെയുള്ളത് എത്രയാണോ അതിൽ നമുക്ക് ആവശ്യമുള്ള എണ്ണം ആളുകളെ കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആകെ നമുക്ക് എത്രയാണെന്നുള്ളത് കാണാം. ആകെ ഇവിടെ എത്രയാണ്? 15 പേര്, 23 പേര്, 12 പേര്. ഇതെല്ലാം കൂട്ടുമ്പോൾ ആകെ കുട്ടികളുടെ എണ്ണം കിട്ടും അല്ലേ. ആകെ എന്ന് പറയുമ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 15-ഉം 23-ഉം 12-ഉം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ 50 കുട്ടികളെന്ന് കിട്ടും. ആ 50 കുട്ടികൾ നമുക്ക് കാണേണ്ടത് 10-നും 50-നും ഇടയിൽ മാർക്ക് വാങ്ങിച്ച കുട്ടികളുടെ എണ്ണമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ 10-നും 50-നും ഇടയിൽ മാർക്ക് വാങ്ങിച്ച എത്രയാണ്? 23 പേരാണ് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ശതമാനം കാണുക? 23 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണ്? ആകെ 50 ഇൻറ്റു ശതമാനമായതുകൊണ്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതങ്ങ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. 5 10-ൽ 2 തവണ 23 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 46 ശതമാനമാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം: ABC എന്നിവരുടെ ഇപ്പോഴത്തെ പ്രായം 1:2:3 എന്ന അനുപാതത്തിലാണ്. 10 വർഷത്തിന് മുമ്പ് സിക്ക് 50 വയസ്സായിരുന്നു. 10 വർഷത്തിന് ശേഷം എയുടെ പ്രായം എത്രയായിരിക്കും? അപ്പോൾ വയസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് തന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാം? A:2B:2C എന്ന് നമുക്ക് തന്നിരിക്കുന്നത് 1:2:3 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് തന്നിരിക്കുന്നത് 10 വർഷത്തിന് മുമ്പ് സിക്ക് 50 വയസ്സായിരുന്നു. 10 വർഷത്തിന് ശേഷം എയുടെ പ്രായം എത്രയാണ് എന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഈ റേഷ്യോയിൽ തന്നു കഴിഞ്ഞാൽ (2) എന്ന് പറയുന്ന ആ ഒരു ഫോമിൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അത് മീൻ ചെയ്യുന്നത്? 1:2:3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് എടുക്കുന്നത്? എക്സ് വെച്ചിട്ടാണ് എടുക്കുന്നത് അല്ലേ. ആദ്യത്തെ എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ 2x ആയിരിക്കും, മൂന്നാമത്തെ 3x ആയിരിക്കും അല്ലേ. അപ്പോൾ 10 വർഷം മുൻപ് നമുക്ക് ആദ്യം തന്നെ കാണാം. 10 വർഷം മുമ്പ് ഇവിടെ തന്നിട്ടുണ്ട്. 10 വർഷത്തിന് മുമ്പ് ഉള്ള കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? 10 വർഷം മുമ്പ് സിക്ക് 50 വയസ്സായിരുന്നു എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. സിക്ക് 50 വയസ്സാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സി എന്ന് പറയുന്നത് നമ്മൾ 3x ആണ് എടുത്തിരിക്കുന്നത് അല്ലേ. 3x ആണ് ഇപ്പോൾ പ്രസൻറ്റ് ഏജ് അല്ലേ. അപ്പോൾ 10 വർഷം മുമ്പ് സിക്ക് എത്രയായിരിക്കും? 3xൽ നിന്നും 10 കുറയ്ക്കണം അല്ലേ. പക്ഷേ ഇവിടെ തന്നിട്ടുണ്ട് 10 വർഷം മുമ്പ് സിക്ക് 50 വയസ്സാണ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് എഴുതാൻ പറ്റും? ഈക്വൽ ടു 50. അതായത് 10 വർഷം മുമ്പ് നമുക്കറിയാം 3x ആണ് ഇപ്പോൾ പ്രസൻറ്റ് ഏജ്. അപ്പോൾ 10 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ 3xൽ നിന്നും 10 കുറയ്ക്കണം. അത് എന്ന് പറയുന്നത് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് സിക്ക് 50 വയസ്സായിരുന്നു 10 വർഷം മുമ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് രണ്ടും കൂട്ടിയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്നും എക്സ് കണ്ടുപിടിച്ചുകൂടെ? 3x എന്ന് പറയുന്നത് 10 + 50 60. ഇതിൽ നിന്നും എക്സ് എന്ന് പറയുന്നത് 60/3 20 എന്ന ആൻസർ കിട്ടും. നമുക്ക് കാണേണ്ടത് 10 വർഷത്തിന് ശേഷമുള്ള എയുടെ പ്രായമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രസൻറ്റ് ഏജ്, അതായത് പ്രസൻറ്റ് ഏജ് എയും ബിയും സിയും തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് എയുടെയാണ് കാണേണ്ടത്. അപ്പോൾ പ്രസൻറ്റ് ഏജ് നമുക്ക് എക്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 10 വർഷം കഴിയുമ്പോൾ എന്തായിട്ട് മാറും? 10 വർഷം കഴിയുമ്പോൾ x + 10 ആവും. എക്സിൻ്റെ വില നമുക്ക് കിട്ടി 20 ആണെന്ന്. 20ൻ്റെ കൂടെ 10 ആഡ് ചെയ്യുമ്പോൾ 30 എന്ന ആൻസർ കിട്ടും.
അപ്പോൾ 10 വർഷത്തിന് ശേഷം എയുടെ പ്രായം എന്തായിട്ട് മാറും? 30 ആയിരിക്കും പ്രായം. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു ടാപ്പ് 2 മണിക്കൂർ കൊണ്ട് ഒരു വാട്ടർ ടാങ്കിൽ നിറയുന്നു. ടാങ്കിൻ്റെ അടിയിലുള്ള ഒരു ചോർച്ച 3 മണിക്കൂറിനുള്ളിൽ അത് ശൂന്യമാക്കുന്നു. രണ്ടും 1 മണിക്കൂർ തുറന്ന ശേഷം ചോർച്ച അടച്ചു. എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയും? അപ്പോൾ ടൈം ആൻഡ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ആദ്യം തന്നിരിക്കുന്നത് എന്താണ്? ഒരു ടാപ്പ് 2 മണിക്കൂർ കൊണ്ട് ഒരു വാട്ടർ ടാങ്കിൽ നിറയുന്നു. എത്ര മണിക്കൂർ കൊണ്ട്? 2 മണിക്കൂർ കൊണ്ട്. ഇനി ടാങ്കിൻ്റെ അടിയിലുള്ള ഒരു ചോർച്ച 3 മണിക്കൂറിനുള്ളിൽ അത് ശൂന്യമാക്കുന്നുണ്ട്. രണ്ടും 1 മണിക്കൂർ തുറന്ന ശേഷം ചോർച്ച അടച്ചു. അങ്ങനെയാണെങ്കിൽ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. നിറയ്ക്കാനായിട്ട്, അതായത് ടാങ്ക് നിറയ്ക്കാനായിട്ട് എത്ര ടൈം വേണം? 2 മണിക്കൂർ വേണം നമുക്ക് തന്നിട്ടുണ്ട്. ശൂന്യമാവാനായിട്ട് എത്ര മണിക്കൂർ വേണം? 3 മണിക്കൂർ വേണം എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? നിറയ്ക്കാൻ 2 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ മീൻ ചെയ്യുന്നത്? 1 മണിക്കൂർ കൊണ്ട് എന്ത് സംഭവിക്കും? അര ഭാഗം നിറയും. സിമിലർലി നമുക്ക് എന്ത് കിട്ടും? ശൂന്യമാവാനായിട്ട് 3 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറിൽ എന്ത് സംഭവിക്കും? 1 മണിക്കൂറിൽ 1/3 ഭാഗമാണ് ശൂന്യമാകുന്നത് അല്ലേ? അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് 2 കാര്യങ്ങൾ കിട്ടി. ഇനി 1 മണിക്കൂറിൽ ആകെ ചെയ്ത വർക്ക് കണ്ടുപിടിക്കണം. 1 മണിക്കൂറിൽ ആകെ ചെയ്ത വർക്ക് എത്രയാണ്? 1/2 മൈനസ് 1/3 ആണ്. അതായത് 1/2 ഭാഗം നിറയുന്നുണ്ട്. മൈനസ് കൊടുക്കാനുള്ള കാരണം 1/3 ഭാഗം എം ടി ആവുകയാണ് ചെയ്യുന്നത്, അതായത് ശൂന്യമാവുകയാണ് ചെയ്യുന്നത്. ഇസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഇത് നമ്മൾ ചെയ്യുമ്പോൾ 3 മൈനസ് 2 ഡിവൈഡഡ് ബൈ 6 ഇസ് ഈക്വൽ ടു 1/6 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ 1/6 ഭാഗമാണ് അവിടെ ആകെ നിറയുന്നത്. ബാക്കി എത്രയുണ്ട്? ബാക്കി ഭാഗം എന്ന് പറയാനായിട്ട് ബാക്കി ഭാഗം എന്ന് പറയുന്നത് ആകെ 1 ആണ്. 1-ൽ നിന്നും 1/6 മൈനസ് ചെയ്യുമ്പോൾ 5/6. ഓക്കെ, ബാക്കി 5 ഭാഗം കൂടി നിറയണം. ഇനി നമുക്ക് 5 ഭാഗം നിറയാനുള്ള ആ ഒരു സമയം കണ്ടുപിടിക്കാം. നമുക്കറിയാം ടാങ്ക് നിറയാനായിട്ട് എത്ര മണിക്കൂർ വേണം? ടാങ്ക് നിറയാനായിട്ട് 2 മണിക്കൂറാണ് വേണ്ടത്. 2 മണിക്കൂർ എന്ന് പറയുന്നത് 120 മിനിറ്റ് ആണ് അല്ലേ? 2 മണിക്കൂർ എന്ന് പറയുന്നത് 120 മിനിറ്റ് ആണ്. നമുക്ക് ഇനി 5/6 ഭാഗം കൂടി നിറയണം. അപ്പോൾ 5/6 ഭാഗം നിറയാനായിട്ട് എത്ര സമയം വേണം? അതായത് 2 മണിക്കൂർ എന്ന് പറയുന്നത് 120 മിനിറ്റ് ആണ്. 5/6 ഭാഗം നിറയാനായിട്ട് അപ്പോൾ എത്ര സമയം വേണം? 5/6 ഇൻറ്റു 120 ഇസ് ഈക്വൽ ടു, ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 20, 2 10, 100 മിനിറ്റ് ഇസ് ഈക്വൽ ടു 100 മിനിറ്റ് എന്ന് പറയുന്നത് 1 മണിക്കൂറും 40 മിനിറ്റുമാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ആവശ്യമുള്ള സമയം, അതായത് ആ ടാങ്ക് മൊത്തം നിറയാനുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് 1 മണിക്കൂർ കൊണ്ട് 1/6 ഭാഗം നിറയുന്നുണ്ട് അല്ലേ? 1 മണിക്കൂർ കൊണ്ട് 1/6, അതായത് 1 മണിക്കൂർ. ബാക്കി 5 ഭാഗം കൂടി നിറയണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കിട്ടിയത് എത്രയാണ്? 1 മണിക്കൂറും 40 മിനിറ്റും അല്ലേ? ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 2 മണിക്കൂർ 40 മിനിറ്റ് എന്ന ആൻസർ കിട്ടും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, 5 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശേഷിക്കുന്ന 10ാമത്തെ രണ്ടക്ക സംഖ്യ ഏതാണ്? 5 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശേഷിക്കുന്ന 10ാമത്തെ രണ്ടക്ക സംഖ്യയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? 5 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശേഷിക്കുന്ന സംഖ്യകൾ അങ്ങ് ആദ്യം തന്നെ കണ്ടാൽ മതി. അതായത് 5 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശേഷിക്കണമെങ്കിൽ എന്താണ്? 5 + 1, ഫസ്റ്റ് ടൈം എന്തായിരിക്കും? 5 + 1 6 അല്ലേ? 6-നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 അല്ലേ വരുന്നത്? അപ്പോൾ ഫസ്റ്റ് സംഖ്യ എന്ന് പറയുന്നത് 6 ആണ്. പിന്നെ അങ്ങ് ആഡ് ചെയ്ത് പോയാൽ മതി. 6 × 5 11 വരും, 11 × 5 16 വരും, 16 × 5 21 വരും, 21 × 5 26, നെക്സ്റ്റ് ടൈം 31, നെക്സ്റ്റ് ടൈം 36 വരും, ദെൻ 41, 46, 51, 56. അപ്പോൾ നമുക്ക് 10ാമത്തെ രണ്ടക്ക സംഖ്യയാണ് കാണേണ്ടത്.
ഇവിടെ 6 എന്ന് പറയുന്നത് രണ്ടക്ക സംഖ്യയാണോ? അല്ല, അത് ഒറ്റക്ക സംഖ്യയാണ്. അപ്പോൾ നമ്മൾ 10ാമത്തെ എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 7 8 9 10 56 ആണ് 10ാമത്തെ രണ്ടക്ക സംഖ്യ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇതിങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സമാന്തര ശ്രേണികൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊരു മെത്തേഡാണ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് സമാന്തര ശ്രേണികൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. നമുക്കറിയാം nth ടേം എന്ന് പറയുന്നത് a+n-1 ഇൻറ്റു d ആണെന്ന് നമുക്കറിയാം അല്ലേ. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 11 ആണ്. പ്ലസ് എന്നിൻ്റെ വില 10 ആണ്. അപ്പോൾ 10 - 1 എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു d, പൊതുവ്യത്യാസം 5 ആണ്. ഇസ് ഈക്വൽ ടു 11 + 9 5 45 ഇസ് ഈക്വൽ ടു 56 എന്ന് തന്നെ ആൻസർ കിട്ടുന്നുണ്ട്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അടുത്ത ചോദ്യം, എ ബി എന്നീ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം 100 കിലോമീറ്ററാണ്. എ മുതൽ ബി വരെയുള്ള ഒരു കാർ ആദ്യത്തെ 40 കിലോമീറ്റർ ശരാശരി 60 km/h വേഗത്തിലും ബാക്കിയുള്ള യാത്ര ശരാശരി 45 km/h വേഗതയിലും സഞ്ചരിക്കുന്നു. മുഴുവൻ യാത്രയിലും കാറിൻ്റെ ശരാശരി വേഗത എത്രയാണ്? അപ്പോൾ ഈ ചോദ്യത്തിൽ എന്തൊക്കെയാണ് അതിൽ തന്നെ തന്നിരിക്കുന്നത് നോക്കാം. എ ബി എന്നീ രണ്ട് സ്ഥലങ്ങൾ, എ ബി എന്ന് പറയുന്ന രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം ടോട്ടൽ 100 കിലോമീറ്ററാണ്. എ മുതൽ ബി വരെ ഒരു കാറ് സഞ്ചരിക്കുകയാണ്. അതിൽ ആദ്യത്തെ 40 കിലോമീറ്റർ എന്ന് പറയുന്നത് 60 km/h പോകുന്നത്. ബാക്കിയുള്ള യാത്ര ശരാശരി 45 km/h സഞ്ചരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 40 കിലോമീറ്റർ കഴിഞ്ഞാൽ ബാക്കി എത്ര കിലോമീറ്റർ കിടക്കുന്നുണ്ട്? 60 കിലോമീറ്റർ കിടക്കുന്നുണ്ടല്ലേ. അത് 45 km/h വേഗതയിലാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? മുഴുവൻ യാത്രയിലും കാറിൻ്റെ ശരാശരി വേഗതയാണ് കാണേണ്ടത്. അപ്പോൾ ശരാശരി വേഗത എന്ന് പറയുന്നത് നമുക്കറിയാം, ശരാശരി എന്ന് പറയുന്നത് ടോട്ടൽ ഡിവൈഡഡ് ബൈ ആകെ എണ്ണമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോന്നും കണ്ടുപിടിക്കാം. ആദ്യത്തെ 40 കിലോമീറ്ററിന് വേണ്ട സമയം നമുക്ക് അതിൽ തന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ 40 കിലോമീറ്ററിന് വേണ്ടി വന്നിട്ടുള്ള സമയം എന്ന് പറയുന്നത്, ടൈം കാണാനായിട്ട് നമുക്കറിയാമല്ലോ, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് ദൂരം എന്ന് പറയുന്നത് 40 ആണ്. സ്പീഡ് എന്ന് പറയുന്നത് 60 km/h തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 2/3 ഹവർന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ 60 കിലോമീറ്റർ എന്ന് പറയുന്ന ദൂരത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത് എത്രയാണ്? ഡിസ്റ്റൻസ് 60 ആണ്, ഡിവൈഡഡ് ബൈ വേഗത എന്ന് പറയുന്നത് 45 ആണ്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്തിട്ട് പോകുമ്പോൾ 4/3 ഹവർന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആകെ സമയം കാണാമല്ലോ. ആകെ സമയം എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്യുന്നു. 2/3 4/3 കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 6/3 എന്ന് കിട്ടുന്നു. 6/3 എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 മണിക്കൂർ എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ആകെ ടൈം നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടാൽ മതി? ശരാശരി കാണാം അല്ലേ. ശരാശരി എന്ന് പറയുന്നത് ആകെ ഡിവൈഡഡ് ബൈ എണ്ണ നമുക്ക് അറിയാം. അപ്പോൾ ആകെ എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് കാണേണ്ടത് കാറിൻ്റെ ശരാശരി വേഗതയാണ് നമുക്ക് കാണേണ്ടത് അല്ലേ. അപ്പോൾ വേഗത എന്ന് പറയുന്നത് അഥവാ സ്പീഡ് എന്ന് പറയുന്നതിൻ്റെ ഫോർമുല സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമാണ് നമുക്കറിയാം. നമുക്ക് കാണേണ്ടത് ശരാശരി വേഗതയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ആകെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ആകെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 ആണ്. 100 ഡിവൈഡഡ് ബൈ ആകെ ടൈം, ആകെ സമയം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 മണിക്കൂറാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ രണ്ടും കൂടിയിട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 50 km/h എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ശരാശരി വേഗത എന്ന് പറയുന്നത് 50 km/h ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ABC CZG FWM നെക്സ്റ്റ് ഡാഷ് എന്ന പരമ്പരയിലെ കാണാതായ പദമേത്? അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് കാണണം, എന്താണെന്നുള്ളത് കാണണം. ABC CZG FWM നെക്സ്റ്റ് നമുക്ക് കാണാം. അതിന് തന്നെ ഇതിൽ റിലേഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എ എന്ന് പറയുമ്പോൾ 1 ആണ്, ബിക്ക് 2, സിക്ക് 3. ഇവിടെ സിക്ക് 3 ആണ്, സെഡിന് 26 ആണ്, ജിക്ക് 7 ആണ്, എഫിന് 6 ആണ്, ഡബ്ല്യുവിന് 23 ആണ്, എമ്മിന് 13 ആണ്. അപ്പോൾ ഫസ്റ്റത്തെ ടൈം നമുക്ക് നോക്കാം. ഫസ്റ്റ് 1 3
6 എന്ന ഫോമിലാണ് പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടേം എന്തായിരിക്കും? 1ൻ്റെ കൂടെ 2 കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടിയത്? 3 കിട്ടിയത്. 3ൻ്റെ കൂടെ 3 കൂട്ടിയപ്പോൾ 6 കിട്ടി. അപ്പോൾ ആദ്യം 2 കൂട്ടി, പിന്നെ 3 കൂട്ടി, ദെൻ എത്രയായിരിക്കും? 4 ആയിരിക്കും കൂട്ടേണ്ടത്. അപ്പോൾ 6ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ അടുത്ത ടേം എന്ന് പറയുന്നത് 10 കിട്ടും. 10ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫബറ്റ് എന്ന് പറയുന്നത് ജെ ആണ്. അപ്പോൾ ജെ ആകുമ്പോൾ നമുക്ക് ഓപ്ഷൻ സിയും ഡി അങ്ങ് എലിമിനേറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് 2, 26, 23 ആണ്. അടുത്ത ടേം കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ രണ്ടാമത്തേൽ നിന്നും 2 മൈനസ് ചെയ്തപ്പോഴാണ് 26 എന്ന് പറയുന്ന ഒരു ആൽഫബറ്റ് കിട്ടിയിരിക്കുന്നത്. 26ൽ നിന്നും 3 മൈനസ് ചെയ്തപ്പോഴാണ് 23 എന്ന ആൽഫബറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടൈം എന്തായിരിക്കും? 23ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ മതി. 4 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 19 ആണ്. 19ന് കറസ്പോണ്ടിങ് ആയിട്ട് എസ് ആണ് ആൽഫബറ്റ്. ഇനി തേർഡ് ടേം എന്ന് പറയുന്നത് 3, 7, 13. ഇവിടെ എന്താണ്? 3ൻ്റെ കൂടെ 4 ആഡ് ചെയ്തപ്പോഴാണ് 7 കിട്ടിയത്. 7ൻ്റെ കൂടെ 6 ആഡ് ചെയ്തപ്പോഴാണ് 13 കിട്ടിയത്. അപ്പോൾ നെക്സ്റ്റ് ടേം എന്തായിരിക്കും? ഇവിടെ 4, 6, 2 വെച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത്. 4, 6 കഴിഞ്ഞാൽ 6ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 8 കിട്ടും. അപ്പോൾ 13ൻ്റെ കൂടെ 8 ആഡ് ചെയ്യുമ്പോൾ 21 എന്ന് കിട്ടും. 21ന് കറസ്പോണ്ടിങ് ആയിട്ട് യു ആണ് ആൽഫബറ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് JSU എന്നാണ്. ഓപ്ഷനിൽ തന്നിരിക്കുന്നതിൻ്റെ മിസ്റ്റേക്കാണ്. ആൻസർ എന്ന് പറയുന്നത് JSU എന്നാണ്. അടുത്ത ചോദ്യം, സമയം 9:10 കാണിക്കുന്ന ഒരു ക്ലോക്കിൻ്റെ മണിക്കൂർ മിനിറ്റ് തമ്മിലുള്ള കോണളവാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സമയം എന്ന് പറയുന്നത് 9:10 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ 9:10 ആണ് നമുക്ക് സമയം തന്നിരിക്കുന്നത്. ഇത് 2 തരത്തിൽ ചെയ്യാം. ഒന്ന് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഫിഗർ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു ഫിഗർ വെച്ചിട്ടാണ് ഇവിടെ കാണിച്ചു തരുന്നത്, കോൺസെപ്റ്റ് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം 9:10 എന്ന് പറയുമ്പോൾ 2, 1, 12, ഇവിടെ 11 വരും, 10 വരും. 9:10 എന്ന് പറയുമ്പോൾ 9ൻ്റെ 10ൻ്റെ ഇടയിലായിരിക്കും മണിക്കൂർ സൂചി ഉണ്ടാവുക, അല്ലേ? 9ൻ്റെ 10ൻ്റെ ഇടയിൽ. 9:10 എന്ന് പറയുമ്പോൾ അവർ ഹാൻഡ് ഇവിടെയും മിനിറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് കറക്റ്റ് 10-ലായിരിക്കും, അല്ലേ? അപ്പോൾ ടോട്ടൽ നമുക്കറിയാം ഓരോ 5 മിനിറ്റും എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ് ഒരു 5 മിനിറ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ടോട്ടൽ ഇവിടെ എത്രയുണ്ട്? ഇവിടെ നമുക്ക് ഈ ഒരു കോണളവാണ് കാണേണ്ടത്. അപ്പോൾ ഇത് കൺസിഡർ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഇത്രയും ഭാഗം, അതായത് ഈ 10 മുതലുള്ള ഇത്രയും ഭാഗം 1, 2, 3, 4 ഭാഗമാണല്ലോ. അപ്പോൾ 4 × 30 എന്ന് പറയുമ്പോൾ 120 ഡിഗ്രി എന്ന് നമുക്ക് ആ ടോട്ടൽ കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് ഈ ഒരു ചെറിയ കോണളവും കൂടി കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം അവർ ഹാൻഡിൻ്റെ കേസിൽ 1 മണിക്കൂറിൽ ആണ് 30 ഡിഗ്രി മൂവ് ചെയ്യുന്നത്. 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റാണ്. 60 മിനിറ്റിൽ 30 ഡിഗ്രി മൂവ് ചെയ്യും. അപ്പോൾ 1 മിനിറ്റിൽ എത്രയായിരിക്കും? 1/2 ഡിഗ്രി. നമുക്ക് 10 മിനിറ്റിലാണ് കാണേണ്ടത്. 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ 1/2 × 10 എന്ന് പറയുമ്പോൾ 5 ഡിഗ്രിയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ 5 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ ടോട്ടൽ എത്ര ഡിഗ്രിയാണുള്ളത്? 30 ഡിഗ്രിയുള്ള. ആ 30ൽ നിന്നും 5 പോയി കഴിഞ്ഞാൽ 5 ഡിഗ്രി മൂവ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഈ 9ൽ നിന്നും ഇത്രയും മൂവ് ചെയ്യും. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് ബാക്കിയുള്ളത് 30ൽ നിന്നും 5 ഡിഗ്രി പോയി കഴിഞ്ഞാൽ =25 ഡിഗ്രി. 25 ഡിഗ്രിയാണ് ഇവിടെ നിന്ന് കിട്ടും. രണ്ടും കൂടി ആഡ് ചെയ്യുന്നത്. നേരത്തെ കിട്ടിയത് 120 ഡിഗ്രിയാണ്, ഇപ്പോൾ കിട്ടിയത് 25 ഡിഗ്രിയാണ്. അപ്പോൾ രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 120 + 25 എന്ന് പറയുന്നത് 145 ഡിഗ്രി എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ 2 തരത്തിൽ ചെയ്യാം. ഫോർമുല വെച്ചിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യം ഫിഗർ വെച്ചിട്ട് ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. ഫോർമുലയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം, 6, 30, 20, 130 എന്ന പരമ്പരയിലെ കാണാതായ നമ്പർ ഏതാണ്? അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് കാണണം. 6, 30, 20, 130 അടുത്ത ടൈം നമുക്ക് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇത് എങ്ങനെയാണ് ഓരോ സംഖ്യകളും കിട്ടിയെന്നുള്ളത് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ റിലേഷൻ ഒന്ന് നമ്മൾ കാണുവാണ്. 6 എങ്ങനെ 30 നോക്കാം. നമുക്കറിയാം 2² + 2, 4ഉം 2ഉം 6. നെക്സ്റ്റ് എന്ന് പറയുന്നത് 3ൻ്റെ ക്യൂബ് + 3, ഇതാണ് ഇവിടുത്തെ റിലേഷൻ 30. അടുത്ത ടൈം എന്ന് പറയുമ്പോൾ 4ൻ്റെ സ്ക്വയർ ആണ് കാണുന്നത്, 4 ആഡ് ചെയ്യുന്നു. 20. നെക്സ്റ്റ് ടൈം 5ൻ്റെ ക്യൂബാണ്, പിന്നെ 5 കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 130 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അടുത്ത ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? ആദ്യം സ്ക്വയർ, പിന്നെ ക്യൂബ്, പിന്നെ സ്ക്വയർ, പിന്നെ ക്യൂബ്. അപ്പോൾ നെക്സ്റ്റ് ടൈം സ്ക്വയർ കണ്ടാൽ മതി. 6ൻ്റെ സ്ക്വയർ + 6, 36ഉം 6ഉം കൂടിയിട്ട് ആഡ് ചെയ്യാം. 36 + 6, 42 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, എ പോയിന്റിൽ നിന്ന് ആരംഭിച്ച് രാജു
100 മീറ്റർ കിഴക്കോട്ട് നടക്കുന്നു. തുടർന്ന് വലത്തേക്ക് തിരിഞ്ഞ് 50 മീറ്റർ നടക്കുന്നു. വീണ്ടും വലത്തേക്ക് തിരിഞ്ഞ് 50 മീറ്റർ നടക്കുന്നു. തുടർന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് 50 മീറ്റർ നടന്ന് ഒടുവിൽ വലത്തേക്ക് തിരിഞ്ഞ് 50 മീറ്റർ നടന്ന് നിർത്തി. എയിൽ നിന്ന് രാജു ഇപ്പോൾ എത്ര അകലെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫിഗർ വരയ്ക്കാം. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് ആരംഭിക്കുന്നത്. എന്നിട്ട് 100 മീറ്റർ കിഴക്കോട്ട് നടക്കുന്നു. നമുക്കറിയാം, ഡയറക്ഷനൊക്കെ അറിയാവുന്ന കാര്യമാണ്. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അല്ലേ. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് 100 മീറ്റർ നടന്നു. എങ്ങോട്ട്? കിഴക്കോട്ട് നടന്നു. തുടർന്ന് വലത്തേക്ക് തിരിഞ്ഞിട്ട് 50 മീറ്റർ നടക്കുന്നു. അപ്പോൾ വലത്തോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടായിരിക്കും ഡയറക്ഷൻ. 50 മീറ്റർ നടന്നിട്ട് വീണ്ടും വലത്തേക്ക് തിരിഞ്ഞിട്ട് 50 മീറ്റർ നടക്കുന്നു. അതിനുശേഷം തുടർന്ന് ഇടത്തേക്ക് തിരിഞ്ഞിട്ട് 50 മീറ്റർ നടന്നിട്ട് ഇവിടെയും 50 മീറ്റർ നടന്നിട്ട് വീണ്ടും ഒടുവിൽ വലത്തേക്ക് തിരിഞ്ഞിട്ട് 50 മീറ്റർ നടന്നിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും 50 മീറ്റർ നടന്നു, എന്നിട്ട് നിർത്തി. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്നും, ഇത് ബി ആണ്, എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇത് എന്ന് പറയുന്നത് ടോട്ടൽ 100 അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഇവിടം വരെ. ഇനി നെക്സ്റ്റ് ഇവിടെ നിന്ന് വീണ്ടും ഇങ്ങോട്ട് നടന്നു. അപ്പോൾ ടോട്ടൽ നമുക്ക് ഈ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം 50 വെച്ചിട്ടില്ലേ, ഇത്രയും ദൂരം 50 നെക്സ്റ്റ് ഇത്രയും ദൂരം 50 50ഉം 50ഉം 100 മീറ്ററാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, 25 + 35 ഡിവൈഡഡ് ബൈ -7 - 45 × 2 + 30 × 4ൻ്റെ മൂല്യം എന്താണ്? അപ്പോൾ ഇതിൻ്റെ വില കാണണം നമുക്ക്. ജസ്റ്റ് ചെയ്ത് നോക്കാം. 25 + 35 ഹരിക്കണം -7 - 45 × 2 + 30 × 4ൻ്റെ വില നമുക്ക് കാണണം. നമുക്കറിയാം, ബോഡ് മാസ് എന്ന് പറയുന്ന റൂൾ വെച്ചിട്ട് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ 45 × 2 ബ്രാക്കറ്റിൽ കിടക്കുന്നുണ്ട്. ആദ്യം നമുക്ക് അത് ചെയ്യണം. അപ്പോൾ 25 + 35 ഹരിക്കണം -7 - 45 × 2 90 + 30 × 4. ഇനി നമ്മൾ നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ബ്രാക്കറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഡിവിഷനാണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ ഡിവിഷൻ എന്ന് പറയുന്നത് 35 ഡിവൈഡഡ് ബൈ -7 ആണ്. 35 ഹരിക്കണം -7 എന്ന് പറയുമ്പോൾ -5 -90 + 30 × 4. ഡിവിഷൻ കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ചെയ്യാം. 30 × 4 120. അപ്പോൾ നമുക്ക് 25 - 5 - 90 + 120 എന്ന് കിട്ടും. ഇനി നമുക്കിതങ്ങ് ചെയ്താൽ മതി. 25ൽ നിന്ന് 5 പോയി കഴിഞ്ഞാൽ 20 - 90 + 120 = 20 - 90 എന്ന് പറയുന്നത് -70 + 120 = 50. കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. വലുതിൻ്റെ ചിഹ്നം പ്ലസ് ആണ്, പ്ലസ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു 12 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എന്നാലാണ് നമ്മൾ തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ ഇടാനായിട്ട് ഒരു പ്രചോദനമാവുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള PYQസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്